അതായത് ലാഭമുണ്ടാക്കുക എന്നുള്ള രീതിയിൽ പത്രപ്രവർത്തനത്തിൽ വരുന്നത് മൗഢ്യമായിരിക്കും. കേരളത്തിലെ ചില വളരെ പ്രസിദ്ധ പേര് കേട്ട ചില പത്രങ്ങളിൽ 3-4 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. ഭയമുണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? മോദി പറയുന്ന അതുപോലെ കൊടുക്കുന്നു, മന്ത്രം എന്ന് പറയുന്നു, സമർപ്പണം തലക്കെട്ട് കൊടുക്കുന്നു. ഹിന്ദു സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ വളരെ ചെറുപ്പക്കാർ, വളരെ പുതിയ ഐഡിയാസും അതുള്ള മുസ്ലിം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ നന്നായി സംസാരം കഴിയുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ വോയിസുകളൊന്നും നമ്മൾ കേൾക്കുന്നത്. കേരള സർക്കാർ ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന ഏത് പത്രങ്ങളാണ്? എനിക്ക് തീർച്ചയാണ് ഈ നമ്മൾ ഈ പറയുന്ന അവർ തന്നെ കോർപ്പറേറ്റ് എന്നും അല്ലെങ്കിൽ കുത്തക മുതലാളി എന്നും അവർ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പത്രങ്ങൾക്കായിരിക്കും കൂടുതൽ. ഒന്ന് ക്രെഡിബിലിറ്റി പോയി, രണ്ട് മുഖമില്ലാതെ ഫേസ്ലെസ് ആയി ജേർണലിസം. ഇപ്പോൾ നമുക്ക് ഇത്രയധികം ഓൺലൈൻ മീഡിയകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ ത്രെട്ട് ഉണ്ട്. കാരണം റീച്ച് എത്തിക്കുക എന്നുള്ളത് വളരെയേറെ വലിയ ഘടകമാണ് ഒരു മാധ്യമത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ച് ചെയ്തേണ്ട വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ RTI കൊടുത്തിട്ടൊക്കെ വാർത്തകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കിൻഡ് പോലെ, വയർ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ, മലയാളത്തിലെ മാധ്യമങ്ങളിൽ അത്തരം റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ റീച്ച് എത്തിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ ഒരു പക്ഷേ പത്മജ പോലെയുള്ള വാർത്തകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് വരുന്നത്. അത് ആ ഒരു ജീർണതയെ നമുക്ക് മറികടക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കതിന് മറികടക്കാൻ കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, മറികടക്കാൻ കഴിയുമെന്നുള്ള ഓൾട്ടർനേറ്റീവ് പറയാൻ ഞാൻ ഇന്നലെ നോലറിൻ്റെ അടുത്ത് പറയുന്നത് ഓൾട്ടർനേറ്റീവ് വേണ്ടി. ഞാൻ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് എന്നാലും പറയാൻ പാടില്ല. ജേർണലിസം ചെയ്യുന്നവരാണ് മാധ്യമങ്ങൾ. പലപ്പോഴും മലയാളത്തിൽ നമ്മൾ ഇന്നേ പ്രമുഖമായ പത്രങ്ങളോ അല്ലെങ്കിൽ ചാനലുകളോ അവരത് ചെയ്യുന്നില്ല. അപ്പോൾ അവരെ നമ്മൾ മാധ്യമങ്ങളിൽ വിളിക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന പ്രോപ്പഗൻഡയാണ്. പ്രചാരകർ എന്നുള്ള വാക്കാണ് അവർ ചെയ്യുന്ന പ്രചാരണമാണ്. അപ്പോൾ അവരെ പ്രചാരകർ എന്ന് തന്നെയാണ് വിളിക്കുക. അതേസമയം ഇതെല്ലാം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പത്രങ്ങളും ഉള്ള ഓർഗനൈസേഷൻസ് കേരളത്തിൽ മാത്രമല്ല പുറത്തും പല കുടുംബങ്ങൾക്കും ഇതൊരു ഹാബിറ്റാണ്. ഒരു രാവിലെ ഒരു പത്രം അത് വായിക്കണം എന്നില്ല, അവർക്കത് കണ്ടാൽ മതി. ചിലർ പറയും ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ ആരും കാണാത്ത രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ലോകം, നമ്മുടെ എസ്റ്റാബ്ലിഷ്, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും എന്നുള്ളൊരു റീഅഷ്വറിങ് ഫാക്ടറുണ്ട്. ഒരു പത്രം നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മൾ കാണുമ്പോൾ ഒരു പത്രക്കാരനത് എറിയുകയോ അല്ലെങ്കിൽ കതവിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ അതിനകത്തൊരു അൺഡിക്ലെയർഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എങ്ങനെയായിരുന്നു ലോകം ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റീഅഷ്വറിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാര്യം നമ്മുടെ കയ്യിൽ പിടിക്കുന്നത് അതൊരു ടാക്ടൈൽ സാധനമാണ്, കയ്യിൽ പിടിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികമാണ്. നമ്മളെന്ത് അവരെ വിമർശിച്ചാലും ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള, അപ്പോൾ അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അയാളെ സംബന്ധിച്ചുള്ള ഒരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറോ, ഒരു സീനിയർ റിപ്പോർട്ടറോ, ബ്യൂറോ ചീഫോ അല്ലെങ്കിൽ ഈവൻ ഒരു ജൂനിയർ റിപ്പോർട്ടറോ അവർ സ്വയം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റൊരു പത്രത്തിനെ ക്രിട്ടിസൈസ് ചെയ്താണെങ്കിൽ അതിൽ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ മനോരമയോ മാതൃഭൂമിയോ അങ്ങനെ ഒരു ലേഖകൻ മറ്റൊരു പത്രത്തിൽ ലേഖകൻ നിരന്തരം ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ജോലി സാധ്യത, ഭാവിയിലൊരു ജോലി സാധ്യതയും കൂടി ഇല്ലാതെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനുള്ള എഡിറ്റേഴ്സ് ഉണ്ടാവുക, അതേയുള്ളൂ. റിസ്ക് എടുക്കണം. ചിലരെങ്കിലും റിസ്ക് എടുത്ത് കുറച്ച് സാക്രിഫൈസ് ചെയ്താലേ പറ്റുള്ളൂ. അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. കോർപ്പറേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത്, അതായത് മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത്, സർക്കാരുകൾക്ക് അനുകൂലമായിട്ട് വാർത്ത ചെയ്യുന്ന ഈ സമയത്ത് അത്തരം ഒരു സാധ്യത ഉണ്ടോ? സാർ പറഞ്ഞ പോലെ മാറാനുള്ള ഒരു സാധ്യത? അല്ല, മാറാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഈ കോർപ്പറേറ്റുകളുണ്ട്, മറ്റു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പത്രങ്ങൾ ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പായിട്ട് പത്രങ്ങളുടെയോ മാധ്യമങ്ങളുടെയോ ജനറലി ടെലിവിഷൻ ചാനലിൻ്റെയോ ക്രെഡിബിലിറ്റി തോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കൂപ്പ് കുത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ഇങ്ങനെ താഴ്ന്ന് ഒരു സ്റ്റേജ് എത്തുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് ഞാൻ 8 പത്രങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ പല ദിവസങ്ങളിലും യാത്ര കൊണ്ട് ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ച ചിലപ്പോൾ പല ദിവസങ്ങളും ഞാൻ രാവിലെ 5 മണിക്ക് കേരളത്തിൽ ഇപ്പം മലബാറോട്ടൊക്കെ പോകണമെങ്കിൽ രാവിലെ 5 മണിക്കുള്ള ട്രെയിനോ അതിലൊക്കെ പോകുമ്പോൾ പല ദിവസങ്ങളും ഞാൻ പത്രം വായിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വലുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായിട്ടോ എന്താ. അപ്പോൾ അങ്ങനെ അതൊരു ഡേഞ്ചറസ് സൈനാണ്. അതായത് അതേസമയം ഞാൻ സ്കൂളിൽ കോളേജിലോ പഠിക്കുമ്പോൾ നമ്മൾ പത്രം വായിക്കാതെ പോലും നമുക്ക് അത് വായിക്കും വരെ ഉള്ളിലെന്തോ നമുക്കറിയില്ല എന്തൊക്കെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ ആകെ ഒരു ചെറിയൊരു ഈ അസ്ക്യത എന്ന ബുദ്ധിമുട്ടെന്ന ഭയങ്കര പ്രശ്നമല്ല, എന്നാൽ ഉള്ളിലെന്തോ ഒരു അതൃപ്തി
ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാര്യം എന്ത് ഇൻഫർമേഷൻ എനിക്ക് വേണമെങ്കിൽ ഫോണിൽ കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇവരുടെ സൈറ്റിൽ ഞാൻ നോക്കുന്ന സൈറ്റ്സും ഈ വൻ പത്രങ്ങളോട്ട് യാതൊരു ബന്ധമില്ലാത്ത സൈറ്റുകളായിരിക്കും പലപ്പോഴും. അപ്പോൾ അങ്ങനെ അത് ഈ ഇങ്ങനെ ഒരു ഞങ്ങളുടെ കൂടെ കോർപ്പറേറ്റ് ഉണ്ട്, ഞങ്ങളുടെ ഗവൺമെൻറ് ഉണ്ടെന്നൊരു അഹങ്കാരത്തോട് ധിക്കാരത്തോടുകൂടെയാണ് ഈ പത്രങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുണ്ട്. സ്ലോലി ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല എത്ര ചെറുപ്പക്കാർ ഈ പത്രങ്ങൾ വായിക്കുന്നുണ്ടെന്ന കാര്യം. കൂടുതൽ പേരും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാണുന്നത് ഈ പത്രങ്ങൾ വരുമ്പോൾ അവർ ആദ്യം പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഒരു ചേഞ്ച് വന്നത് പെട്ടെന്ന് സ്പോർട്സ് പേജിൽ പോകുമായിരുന്നു. ആദ്യം ആ പേജാണ്, അതിനു വേണ്ടി തല്ലുകൂടും പിള്ളേർ ആ സ്പോർട്സ് പേജിന് വേണ്ടി. ഇപ്പം ഞാൻ കാണുന്ന ആദ്യം മിക്കവരും നോക്കുന്ന ചരമ പേജാണ്. ആരൊക്കെ മരിച്ചു നമുക്കറിയുന്ന ആരും, അതാണ് ആദ്യം നോക്കുന്നത്. പിന്നെ സ്പോർട്സ്, പിന്നെ പലപ്പോഴും പേജ് 1 കാര്യം പേജ് 1 നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മലയാള പേപ്പർ താങ്കൾ ഇന്നോ ഇന്നലത്തെ പത്രം എടുത്താൽ അതിനകത്തോളം ഏകദേശം 80% ന്യൂസും നമ്മൾ തലേദിവസം മിക്കവാറും ഒരു ഉച്ചയ്ക്ക് തന്നെ ഓൺലൈനിൽ കൂടി കണ്ടതായിരിക്കും, ഇല്ലെങ്കിൽ വൈകുന്നേരം ടെലിവിഷനിൽ കണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസും കാര്യങ്ങളെ കുറിച്ച് അവർ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്ത്യയിലെ പത്രങ്ങൾ വളരെ ബൂമിംഗ് ആണ്, ഒരുപാട് ലാഭം, ഒരുപാട് സർക്കുലേഷൻ കൂടുന്നു എന്നൊക്കെയാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ ഒടുക്കം ഒരു സോഷ്യൽ രജിസ്റ്ററായി മാറാൻ ചാൻസ് ഉണ്ട് ഈ പത്രങ്ങൾ. അതായത് ആരൊക്കെ മരിച്ചു, ആരൊക്കെ ജനിച്ചു, ആരെ കല്യാണം കഴിച്ചു, ഇന്ന് വൈകുന്നേരം ഇന്നലത്തെ പാർട്ടിയിൽ ആരൊക്കെ സംബന്ധിച്ചു, ഏത് ഹോട്ടലിൽ ഏത് പാർട്ടിയാണ്, അങ്ങനെ ഒരു സോഷ്യൽ രജിസ്റ്റർ വളരെ അപകടകരമായ രീതിയിലുള്ളൊരു. അപ്പം അവർ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കും തുടർച്ചയായിട്ട്. അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നിടത്തോളം അവർ ചേഞ്ച് ചെയ്യില്ല. കാര്യം ഇവരുടെ ഏറ്റവും വലിയ സ്റ്റിമുലസ് എന്ന് പറയുന്ന പൈസ കുറഞ്ഞില്ലെങ്കിൽ അവരതിന് യാതൊരു ചേഞ്ച് ഉണ്ടാക്കില്ല. അപ്പോൾ ഇങ്ങനൊരു വലിയ അപകടകരമായ അതിനകത്തൊരു അപകടം. പക്ഷേ അതിനകത്ത് അതേസമയം തന്നെ യഥാർത്ഥ മാധ്യമങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഓൺലൈനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു ചാൻസും കൂടാണത്. പക്ഷേ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഈ mid-90s 1900 ഈ ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞ് ഇമീഡിയറ്റുള്ള ഒരു ബൂം പീരീഡിൽ പത്രങ്ങൾക്ക് ഏകദേശം 20% ടേൺ ഓവറിൻ്റെ 20%, 23-25% ലാഭം ഉണ്ട്. ആ സമയം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പം നമ്മളൊരു 1% ലാഭമോ വളരെ നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ അതായത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പത്രപ്രവർത്തനത്തിൽ വരുന്നത് മൗഢ്യമായിരിക്കും ഇനി. അപ്പം ബ്രേക്ക് ഈവനായിട്ട് 1%, 2% ഉണ്ടാക്കി തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അത് നമ്മളൊരു ഫങ്ഷൻ, ഒരു ഡെമോക്രസിയിൽ ഒരു വളരെ കാതലായ, വളരെ ക്രൂഷ്യലായിട്ടൊരു ഫങ്ഷൻ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുള്ളൊരു കൺവിക്ഷനോടി പ്രവർത്തിക്കാൻ ഇത് വളരെ ഐഡിയലിസ്റ്റായിട്ട് തോന്നും. പക്ഷേ ഇതേ ഉള്ളൂ മാർഗം. വേറെ കാര്യം ആ പഴയ രീതിയിൽ നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പത്രങ്ങൾ പറയുന്നത് ഞങ്ങൾ ക്രൈസിസിലാണ്. അവർ കണക്കൂട്ടുന്ന പഴയ ഒരു വലിയ ഗോൾഡൻ ഏജുമായിട്ട്, അവർ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന കാലമായിട്ട് താരതമ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ക്രൈസിസിലാണ്. പക്ഷേ വേണ്ട രീതിയിൽ ആവശ്യത്തിന് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ഉള്ള റിസോഴ്സസ് വെച്ച് ഇപ്പോഴും നല്ല രീതിയിൽ ജേർണലിസം ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ പറഞ്ഞല്ലോ, നേരത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര മുസ്ലിം എഡിറ്റർമാരുണ്ട്, നമുക്ക് എത്ര ദളിത് എഡിറ്റർമാരുണ്ട്. നമ്മുടെ ന്യൂസ് റൂമുകൾ അങ്ങനെ തന്നെയാണ്. ബഹുജൻ സാന്നിധ്യം വളരെ കുറവാണ് നമ്മുടെ ന്യൂസ് റൂമുകളിൽ. നമ്മൾ കവർ ചെയ്യുന്ന വാർത്തകൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു വൈഡിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്യപ്പെടേണ്ട വാർത്തകൾ ഇത്തരം മനുഷ്യന്മാരുടെ വാർത്തകളാണ്. അപ്പൊ ഇത്തരം വാർത്തകൾ ചിലപ്പോൾ ദളിത് അല്ലെങ്കിൽ ആദിവാസി പ്രശ്നങ്ങൾ വരുമ്പോൾ, മുസ്ലിം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ മീഡിയ സ്ഥാപനത്തിൽ ഇല്ലെങ്കിൽ, അത്തരം എഡിറ്റർമാർ മീഡിയ സ്ഥാപനത്തിൽ ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് നമ്മളിപ്പം ഒരു മുസ്ലിം ഒരു ഇഷ്യൂ കവർ ചെയ്യുന്ന മിക്കവാറും നമ്മൾ ഒരു ലഹള എവിടെയെങ്കിലും നൂഹിലോ ലഹള വരുന്നു, അല്ലെങ്കിൽ ഹൽദ്വാനിയിൽ ബുൾഡോസർ വെച്ച് അവിടെ ഒരു ലഹള വരുമ്പോൾ മാത്രമാണ് നമ്മൾ മുസ്ലിം ഇഷ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ റിപ്പോർട്ടിങ് നോൺ എക്സിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ മലബാറിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ വിപ്ലവം എന്ന് പറഞ്ഞ റവല്യൂഷൻ, അതൊരു ഭയങ്കര സംഭവം. അതിനെക്കുറിച്ച് ഞാൻ പക്ഷേ അധികം സ്റ്റോറീസ് വായിച്ചിട്ടില്ല. ഞാൻ ഇപ്പം മലബാറിൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് അത് പ്രശ്നങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങളും പറയുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം മുസ്ലിം അല്ലെങ്കിൽ ദളിത് റിപ്പോർട്ടേഴ്സുകാർക്ക് എനിക്കിപ്പോൾ ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് ഒരു മുസ്ലിം ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പരിമിതമാണ്. എനിക്ക് പല കാര്യങ്ങൾ പോലും, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ പല പത്ര ഓഫീസുകളിലും പല സീനിയർ എഡിറ്റേഴ്സിന് പോലും ഈദും റംസാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം. അവരത് ഒരു സിനോണിം പോലെയാണ് ഉപയോഗിക്കുന്നത്. നാളെ റംസാനാണല്ലേ എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈദ് നടക്കുകയാണല്ലേ, ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ബേസിക് നോളജ് പോലും പലർക്കും ഇല്ല. അപ്പോൾ ആരോട് സംസാരിക്കണം എന്ന്. അപ്പോൾ പലപ്പോഴും
നമ്മൾ ഒരു മുസ്ലിം ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കൽക്കട്ടയിലോ ഒരു സംഭവിക്കും, നമ്മുടെ അവിടെ ഒരു നഖോഡ മോസ്ക് എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ മോസ്ക്, അപ്പോൾ അവിടുത്തെ ഇമാമുമായിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൽ കൂടുതൽ അതിൻ്റെ അത് ഹിന്ദു സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ വളരെ ചെറുപ്പക്കാർ, വളരെ പുതിയ ഐഡിയാസും അതുള്ള മുസ്ലിം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ വോയിസുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പൗരോഹിത്യ, അതിന് തെറ്റുണ്ടെന്ന് ഞാൻ പറയുകയല്ല, പക്ഷെ നമ്മൾ ആ കേൾക്കുന്നതും കാണുന്നതും ഇങ്ങനെ പുരോഹിതന്മാരെ പൗരോഹിത്യ വോയിസസ് ആണ്. അതേസമയം സാധാരണ ജനങ്ങൾ ഉള്ള പോലെ ജനങ്ങൾ ഇവിടെയുമുണ്ട്. അവരുടെ ആസ്പിറേഷൻസ് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, ഇത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാന കാരണം നമുക്ക് ആക്സസ് ഇല്ല, നമുക്കറിയില്ല ആരോടാണ് സംസാരിക്കണം, നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ള പലപ്പോഴും അപ്പം ഇത് പ്രശ്നം കൂടുതൽ മുസ്ലിം ജേർണലിസ്റ്റും കൂടുതൽ ദളിത് ജേർണലിസ്റ്റും ഉണ്ടായാൽ മാത്രമേ ഇത് പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും അത് അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനൊരു ആൻസർ എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റി മീഡിയ എന്നുള്ളത് തന്നെയാണ് ആൻസർ. പക്ഷേ അതിന് കഴിയുന്നത്ര ഒരു ബ്രോഡ് ബേസ്ഡ് കമ്മ്യൂണിറ്റി മീഡിയ ഓർഗനൈസേഷൻ എന്നില്ലല്ലോ, അതായത് ജേർണലിസ്റ്റുകളും എഡിറ്റേഴ്സും ബാക്കിയെല്ലാം കമ്മ്യൂണിറ്റി മീഡിയയിൽ ഈ ദളിത് മുസ്ലിം വിഭാഗം തന്നെ. പക്ഷേ അത് സാധാരണ മറ്റ് വായനക്കാരുടെ കൂടെ പ്രചരിപ്പിക്കാൻ എന്തൊക്കെ വഴി തേടാമോ അതും കൂടെ ചെയ്യണം. അത് ചിലപ്പോൾ കൊളാബറേഷൻ തന്നെയാണ് വഴി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ന്യൂസ് മിനിറ്റുള്ള ഇപ്പോൾ മൂക്ക് നായക് എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ദളിത് അംബേദ്കർ പണ്ട് തുടങ്ങിയ പത്രത്തിൻ്റെ പേരിലിട്ടാണ്. എനിക്കൊരു മീന കൊത്തുവല്ല എൻ്റെ എഡിറ്റർ, വനിതയാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അവർ വളരെ മനോഹരം നല്ല സ്റ്റോറികൾ, ഒരുപാട് എക്സ്ക്ലൂസീവായിട്ടുള്ള സ്റ്റോറികൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന ഈ ദിന എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്, ബാംഗ്ലൂർ വളരെ ഇൻഫ്ലുവൻഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ദിന പലപ്പോഴും മുഖം നയിക്കുന്ന സ്റ്റോറികൾ അവർ ക്യാരി ചെയ്യാറുണ്ട്. അവർ ക്യാരി ചെയ്തിട്ട് ഇത്തവണ കോൺഗ്രസ് ഗവൺമെൻറ് അവരുടെ ഇതിനുണ്ട് ഇവിടെ ഒരു മൂക്കുന്നാക്കിൻ്റെ സ്റ്റോറി, അയോധ്യയെക്കുറിച്ചുള്ളൊരു സ്റ്റോറി ക്യാരി ചെയ്തപ്പം പോലീസ്, കർണാടക ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്താണ്, പോലീസ് ഇതിനിടെ ഓഫീസിൽ പോയിരുന്നു. ഏതോ ഒരു BJP സപ്പോർട്ടർ കേസ് കൊടുത്തു, അതായത് അയാളുടെ മതവികാരം വേണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൊളാബറേഷൻ എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പം ദളിത് ദക്ഷക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പിന്നെ ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മക്തൂബ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ള വേറെ മാർഗ്ഗമില്ല എന്നുള്ള. അതല്ലെങ്കിൽ BJP ഗവൺമെൻറ് ഒരിക്കലും ചെയ്യില്ല. കോൺഗ്രസിന് തെറ്റ് പറ്റിയത്, അതായത് UPA 10 വർഷം ഭരിച്ചല്ലോ, 2004 തൊട്ട് 2014. അന്ന് അവർ ചെയ്യേണ്ടിയിരുന്ന പ്രൈവറ്റ് സെക്ടറിൽ റിസർവേഷൻ കൊണ്ടുവരാം, അതേ വഴിയുള്ളൂ. അല്ലാതെ അത് ചെയ്യൂല. പക്ഷേ ആരും അതുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറിൽ റിസർവേഷൻ ഇല്ലാതെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ദളിത് മുസ്ലിം ജേർണലിസ്റ്റുകൾക്ക് ചാൻസ് കുറവായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ 30 വർഷത്തെ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. മനഃപൂർവ്വം അവർ എടുക്കാത്തതാണെന്ന് ഒരു ലെവലിൽ പറയാൻ പറ്റുമല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രൂഫ് വെച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് അറിയാം അങ്ങനെ എടുക്കാൻ താല്പര്യമില്ല. പഠനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, സമൂഹത്തില് ജാതി ശ്രേണി എത്രത്തോളം നിലനിൽക്കുന്നു അത്ര കണ്ട് ജാതി ശ്രേണി മാധ്യമങ്ങളിലുണ്ട്. ബാംഗ്ലൂർ വെച്ച് തന്നെ കഴിഞ്ഞ 2 ആഴ്ച ഒരു ദിവസം ഒരു ജേർണലിസ്റ്റ് ഒരു പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ അവർ ഏകദേശം 60ഓളം ദളിത് ജേർണലിസ്റ്റുകളെ സ്പോൺസർ ചെയ്ത്, അത് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി പൈസ കൊടുത്ത് സാധാരണ ജേർണലിസം സ്കൂളിൽ പഠിച്ചു. എന്നിട്ട് അതിൽ 90, അത് വളരെ എത്ര ശതമാനം എന്നറിയില്ല, അവർ വളരെ നല്ല മാർക്കോടുകളെല്ലാം പാസ്സായി പല മുഖ്യധാര ഇതിലും ജോലിയും കിട്ടി, കാരണം അവരുടെ മെറിറ്റിൻ്റെ ബേസിൽ. പക്ഷേ വളരെ ഭീമമായ അതിൻ്റെ ഒരു ശതമാനം ഒരു 3-4 വർഷം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകും. കാര്യം അവർക്കവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാര്യം അവർക്ക് മനസ്സിലായി ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. പലരും അങ്ങനെ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലരും സ്വന്തം മാധ്യമപ്രവർത്തനമാണ് കൂടുതലായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്, സ്വതന്ത്രമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യും. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ അങ്ങനെ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് തന്നെ സ്റ്റേറ്റിന്റെ ഒരു എന്താ പറയാ പിടിവലി, സ്റ്റേറ്റുമായിട്ടൊരു പിടിവലി നടത്തേണ്ടതായിട്ട്. നമുക്ക് കേരളത്തിലാണെങ്കിൽ മറുവാക്ക്, അപ്പൊ അംബിക ചേച്ചി ആണെങ്കിൽ അവര് റിട്ടയർഡ് ചെയ്ത പൈസ കൊണ്ട് PF പൈസ എടുത്താണ് മറുവാക്ക് നടത്തുന്നത്. അപ്പൊ അതിനെതിരെ കേരള സർക്കാരിന്റെ അടുത്ത് നിന്നുള്ള ഒരു സമീപനം അത് വളരെ മോശമായിട്ടുള്ള സമീപനമാണ്. ഇത്ര സ്വതന്ത്രമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തണം എന്ന് ആഗ്രഹിക്കുകയും, അതായത് മാധ്യമപ്രവർത്തനത്തിന്റെ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്ത മാധ്യമപ്രവർത്തനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുകളിൽ സർക്കാർ തന്നെ
അവരുടെ പിടി എന്താണ് സർക്കാർ അല്ല സർക്കാർ പോലീസ് ദ്രോഹിക്കുന്നത് മാത്രമല്ല, ഞാൻ പറയുന്നത് സർക്കാരാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതിനുസമയം നമ്മൾ കേരള സർക്കാർ, ഞാൻ പലപ്പോഴും ആരെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷൻ RTA വെച്ച് ചോദിക്കാവുന്നതാണ്, കേരള സർക്കാർ ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന ഏത് പത്രങ്ങളാണ്? എനിക്ക് തീർച്ചയാണ് ഈ നമ്മളീ പറയുന്ന അവർ തന്നെ കോർപ്പറേറ്റ് എന്നും അല്ലെങ്കിൽ കുത്തക മുതലാളി എന്നും അവർ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പത്രങ്ങൾക്കായിരിക്കും കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ചെറുകിട പത്രങ്ങൾക്ക് എത്ര പേർ കൊടുക്കുന്നു ചോദിച്ചു. ചെറുകിട പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ചില എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തിരുവനന്തപുരത്തുള്ള ചില പത്രങ്ങൾ കിട്ടുന്നു. പക്ഷെ അങ്ങനെ പരസ്യം കിട്ടാത്തതുകൊണ്ട് തേജസ് പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, അങ്ങനത്തെ അല്ലെങ്കിൽ ഓൺലൈൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി മീഡിയ നിങ്ങളുടെ ഓർഗനൈസേഷൻ എത്ര തരുന്നുണ്ട്, അതൊരു പ്രസ് ക്ലബ്ബിൽ അക്രഡിറ്റേഷൻ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂണിയൻ, പല യൂണിയന് പോലും ഓൺലൈൻ ആളുകൾ അംഗത്വം കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ഇവർ തന്നെയാണ് എന്നിട്ട് പിന്നെ കുത്തക കോർപ്പറേറ്റ് എന്നും പറഞ്ഞ് കോൺസ്റ്റന്റ് ക്രിട്ടിസൈസ് ചെയ്യുകയും അത് വായിക്കുകയും അതിന് പരസ്യം കൊടുക്കുകയും ചെയ്യുന്നതും ഇവർ തന്നെ. ഇങ്ങനെ ഭയങ്കര ഒരു വിരോധാഭാസവും ഇതിനകത്ത് ഉണ്ട്. അപ്പം കമ്മ്യൂണിറ്റി മീഡിയ എന്നുള്ള വളരെ വളരെ വൈബ്രൻ്റ് ആണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭാവി അത് തന്നെയാണ്. പക്ഷേ ഒരു ചലഞ്ച് അത് ബാക്കിയുള്ള സമൂഹങ്ങളിലും കൂടെ അത് കാര്യം, മറ്റുള്ളവരത് വായിച്ചാൽ പലപ്പോഴും ദളിത് സമൂഹങ്ങൾക്ക് അറിയാം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്. പക്ഷേ പലപ്പോഴും മറ്റ് സമൂഹങ്ങൾക്ക് അത് അറിയില്ല ഇങ്ങനെയുള്ള പ്രശ്നം. അവരെ അറിയിക്കുക എന്നുള്ള ഒരു ചലഞ്ച്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് കൊളാബറേഷൻ തന്നെയാണ്. ശരിക്കും ഇതെല്ലാം വളരെ എളുപ്പം. എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എനിക്ക് എപ്പോഴും മനസ്സിലായി. ഇപ്പം മനോരമയോ മാതൃഭൂമിയോ ഉണ്ട്, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫ് പോലൊരു ആഴ്ചയിൽ ഒരു സ്റ്റോറിയെങ്കിലും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി മീഡിയ ചെയ്യുന്ന ഒരു സ്റ്റോറിയെങ്കിലും അവർക്കൊരു സ്പേസ്, കാര്യം അവർ ഫ്രീ ആയിട്ട് കൊടുക്കും, ആർക്കും ഒരു പ്രശ്നമല്ല ചെയ്തത്. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു അധികാരം ജാതി തുടങ്ങി ഉള്ളിലുള്ളത് അത് തന്നെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളത് അത്യന്തം ആലോചിക്കുകയാണെങ്കിൽ അത് പലരും പറയുന്നത് അങ്ങനെ ഭയമാണ്. അവൻ ആരെ ഭയം, എന്തിനാ ഭയക്കുന്നത്? ED വരും, ED എന്നാൽ ഇവരുടെ അകത്തെന്തോ ഇവരെത്ര കള്ളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. അതേസമയം ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന ഒരു പത്രം, അതിന് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങൾക്ക് അവർ സിൻഡിക്കേഷൻ എടുത്തിട്ട് വളരെ ഭീമമായ തുക, ലക്ഷങ്ങൾ കൊടുക്കണം. ലക്ഷങ്ങൾ സിൻഡിക്കേറ്റഡ് അവർ ആകെ പബ്ലിഷ് ചെയ്യുന്ന ദിവസം ഒരു സ്റ്റോറി വല്ലതുമായിരിക്കും. പക്ഷേ ന്യൂയോർക്ക് ടൈംസിൻ്റെ മുഴുവൻ സ്റ്റോറി ആക്സസ് ചെയ്യാൻ അവർക്ക് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ ഈ കാശ് കൊടുത്ത് അത് പബ്ലിഷ് ചെയ്യാതിരിക്കുക. അതേസമയം ഇത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ നല്ല ജേർണലിസം പൈസ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അവർ സന്തോഷത്തോടുകൂടി സമ്മതിക്കും, അവരുടെ ക്രെഡിറ്റ് കൊടുത്താൽ മതി. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാകും. കാര്യം ഫ്രീ ആയിട്ട് നല്ല ജേർണലിസം ഇരിക്കുമ്പോൾ അത് കൊടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. റേറ്റിംഗ് ഞാൻ ഒരു സ്റ്റോറി ബ്രേക്ക് ചെയ്യുന്നിരിക്കട്ടെ, അതിൻ്റെ എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകെയുള്ള 5 മിനിറ്റോ 10 മിനിറ്റ്, അത് കഴിഞ്ഞ് അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ പാഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഈ 5 മിനിറ്റ് കഴിഞ്ഞുള്ളൂ, അതിനുശേഷം അറ്റ്ലീസ്റ്റ് ഡിവോട്ട് ഡിസ്പെച്ച്. ഞാൻ പറയുന്ന ഇപ്പം മാതൃഭൂമിയോ മനോരമയോ മറ്റുള്ള പത്രങ്ങളോ അവരുടെ പത്രങ്ങളിൽ മുഴുവൻ പേജുകളും ഇങ്ങനെയുള്ള വാർത്ത കൊടുക്കണമെന്നല്ല. അറ്റ്ലീസ്റ്റ് ഒരു വാർത്ത ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒരു പേജ് അല്ലെങ്കിൽ ഒരു 1/2 പേജ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം. ഇവരെല്ലാം നമ്മൾ എപ്പോഴും അവർ പറയുന്നത് ഇവരെല്ലാം എന്തോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ടർ ഉണ്ട്, അവരുടെ ആരോഗ്യം ജയിലിൽ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയാണ്, ആ ഗുഡ് വിൽ വെച്ച് കഴിഞ്ഞ 75 വർഷം ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ് അവരെല്ലാം, ഒരുപാട് ലാഭം ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ രാജ്യം ഒരു ക്രൈസിസ് ആകുമ്പം ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അന്നുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പം നമ്മുടെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു, അത് വലിയ ചിലവ് ഞാൻ പറഞ്ഞില്ല, ഒരു 1/2 പേജായാലും മതി ആഴ്ചയിൽ ഒരിക്കൽ അത് ചെയ്യുക എന്നുള്ള ഇത് ഒരു ആർജവം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു സാമൂഹിക പ്രതിബദ്ധത അവർ കാണിക്കുന്നെങ്കിൽ ഹൗ ക്യാൻ ദേ കോൾ ദംസെൽവ്സ് ജേർണലിസം? അവർ ചെയ്യുന്ന ജേർണലിസം ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവിടെ ജോലി ചെയ്യുന്നവർ എങ്ങനെ ഹൗ ക്യാൻ ദേ കോൾ ദംസെൽവ്സ് ജേർണലിസ്റ്റ്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഈ കാര്യങ്ങൾ. നമുക്ക് മാധ്യമ സ്ഥാപനങ്ങളിലെ എഡിറ്ററാണല്ലോ അത് ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കുന്ന ആള്. എഡിറ്റർഷിപ്പുകളെ നമുക്ക് ഇങ്ങനെ പുനർചിന്തനം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. ഇതുമായി തുടർച്ചയായിട്ട് അപ്പൊ ഇത്തരം വാർത്തകൾക്ക് പിറകെ പറയുന്നത് നമ്മുടെ എഡിറ്റർഷിപ്പിനെ തന്നെ അതിനൊരു വിശ്വാസ്യത അല്ലെങ്കിൽ റിലയബിലിറ്റി ഒക്കെ നമ്മൾ അങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മളൊരു അവിശ്വാസത്തിന്റെ സ്ഥാനത്ത് വരുന്ന രീതിയിലേക്ക് ആയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാനിപ്പോൾ കേരളം വളരെ പ്രബുദ്ധമായ കേരളം, ഏറ്റവും കൂടുതൽ പത്രങ്ങൾ വായിക്കുന്നവർ ഒരു സാധാരണ താങ്കളിപ്പോൾ പെട്ടെന്ന് ഒരു 10 പേരെ വളരെ അഭ്യസ്ത വിദ്യരെന്നോ വളരെ സക്സസ്ഫുൾ അവരുടെ മനോരമയുടെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ പേര് പറയാൻ പറ്റുമോ? മാതൃഭൂമിയുടെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ പറ്റില്ല പറയാൻ. കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രം എന്ന് സ്വയം വിശേഷിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യ,
അതിൻ്റെ എഡിറ്ററുടെ പേര് പറഞ്ഞു. അതേസമയം ഒരു 30-40 വർഷം മുമ്പ് നമ്മൾ ചോദിച്ചു, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു അംഗം പോലെ ആയിരുന്നു ഇവരല്ലേ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഒന്ന് ക്രെഡിബിലിറ്റി പോയി, രണ്ട് മുഖമില്ല, ഫേസ്ലെസ് ആയി ജേർണലിസം മനഃപൂർവ്വം. എഡിറ്റർ എന്നുള്ളത്, അപ്പം എഡിറ്റർ ഇല്ലാതെ തന്നെ പല പത്രങ്ങൾക്കും പ്രവർത്തിക്കാമെന്ന് പോലും ആയിട്ടുണ്ട്. കാര്യം പത്രം മുതലാളികളെ സംബന്ധിച്ചിടത്തോളം പേജ് അവരെ സംബന്ധിച്ചിടത്തോളം പരസ്യമാണ് പ്രധാനം. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ് വാർത്ത. അപ്പോൾ ആസ് ലോങ് ആസ് രാത്രി ആ ഡെഡ് ലൈൻ അനുസരിച്ച് ഈ സാധനങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ ദേ ഹാപ്പി അബൌട്ട് ഇറ്റ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ രജിസ്റ്റർ ആകുക എന്നുള്ള ഒരു പത്രമല്ല, അല്ലെങ്കിൽ ഒരു മീഡിയ അല്ല, ഒരു സോഷ്യൽ രജിസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടെലിവിഷൻ തന്നെ നോക്കുക, നമ്മുടെ ടെലിവിഷൻ ആയിക്കഴിഞ്ഞു ഈ ആകെ എനിക്ക് തോന്നുന്നു മെയിൻ പൈസ ഉണ്ടാക്കുന്ന പ്രൈം ടൈം എന്നുള്ള ഈ ചർച്ച, അതിനകത്ത് ശരിക്കും ജേർണലിസം ഒന്നുമില്ല. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ല, അബ്സല്യൂട്ട്ലി നിൽ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം, ഏത് ജേർണലിസം സ്കില്ലാണ് അതിനകത്തുള്ളത്? റിപ്പോർട്ടിംഗിന്റെ നിർവചനമൊക്കെ മാറി. റിപ്പോർട്ടിംഗ് ഇല്ല അതിനകത്ത്, എഡിറ്റിംഗ് ഇല്ല. പിന്നെ എന്ത് ജേർണലിസ്റ്റിക് ഫംഗ്ഷനാണ് നമ്മൾ അറിയുന്ന ജേർണലിസ്റ്റിലാകെ ദർ ആർ ഓൺലി 2 ഫംഗ്ഷൻസ്, റിപ്പോർട്ടിങ്ങും എഡിറ്റിങ്ങും, അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയും. ഇതിനകത്ത് അനാലിസിസ് ഓരോരുത്തർ വാതിറക്കുമ്പോൾ നമുക്കറിയാം അയാൾ എന്താ പറയാൻ പോകുന്നത്, ഏത് പാർട്ടിക്കാരൻ്റെ ആൾ, അല്ലെങ്കിൽ ആങ്കേഴ്സ് പോലും വാതിറക്കും നമുക്കറിയാം അവർ വാക്കുകൾ വേറെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, നല്ലത് അവരുടെ നിലപാട് എന്താണ് പറയാൻ പോകുന്നത്. നമുക്ക് ആങ്കേഴ്സ് പോലും കഥാപ്രസംഗം നടന്ന രീതിയിൽ അവതരണം ശൈലികൾ മാറ്റുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞത് ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ആകെ എക്സ്ക്ലൂസീവിന് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഇതിനകത്ത് ഈ ക്രൗഡഡ് ഇതിനകത്ത് എങ്ങനെയൊക്കെ മാറി നമ്മളെ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളതിന് വേണ്ടി ചെയ്യുന്ന അടവുകൾ ആണ്. അപ്പം അതിനെ കുറ്റം പറയുകയല്ല, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതിനെ ജേർണലിസം എന്ന് വിളിക്കാൻ പാടില്ല, വേറെ എന്തെങ്കിലും വിളിക്കണം. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റോ രാത്രി എൻ്റർടൈൻമെൻറ്റോ അങ്ങനെയെങ്കിലും അങ്ങോട്ട് കിട്ടും ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടെലിവിഷൻ ജേർണലിസം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഡേ ടൈമിലെങ്കിലും അവർ ചിലപ്പോൾ അതിന് റിപ്പോർട്ടിംഗ് സംഭവം ഇല്ല. ഇപ്പോൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ എന്തെങ്കിലും പറയുന്നു, മറ്റേയാൾ എന്തെങ്കിലും പറയുന്നു, മൂന്നാമത്തെ ആൾ വരുന്നു പറയുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ ടെലിവിഷനിൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടെലിവിഷൻ്റെ വിഷ്വൽ ഫംഗ്ഷൻ പോലും ഇല്ല, ആവശ്യമില്ല നമുക്ക്. ശരിക്കും അത് വിഷ്വൽ ആണെന്ന് ശബ്ദം മാത്രം കേട്ടാൽ മതി. ചില ചർച്ചകളിൽ നമുക്ക് ശബ്ദം വേണ്ട, മുഖം കണ്ടാൽ നമുക്ക് ശബ്ദം ഓഫായാലും എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം അവരെന്താ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ആഭാസം എന്ന് പറയുന്ന രീതിയിലോട്ട് നമ്മൾ ജേർണലിസ്റ്റ് നല്ലത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ജേർണലിസ്റ്റിൻ്റെ ഏത് ഫംഗ്ഷനാണ് അവർ അവിടെ ചെയ്യുന്നതും ചെയ്യുന്നില്ല. നമ്മുടെ മീഡിയ വളരെ പോപ്പുലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഉദാഹരണം ഞാൻ വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള കാര്യമാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഇത് കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ സൈറ്റ് ചില അനുഭവം. കാര്യം ഇപ്പോൾ സർക്കാർ സ്ഥാപനത്തിൽ ശമ്പളം കിട്ടുന്നില്ല, 3 ദിവസം 4 ദിവസം. ഇത് ഈ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും നാൾ അവരെ സർക്കാരിന് ജീവനക്കാർക്ക് ശമ്പളം കിട്ടും, 3-4 ഒരാഴ്ചയോ വൈകി എന്നുള്ളപ്പോൾ ഇത്രയും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ കോവിഡ് വന്ന ശേഷം എത്രയോ സ്ഥാപനങ്ങളിൽ ശമ്പളം, എത്ര പത്രസ്ഥാപനങ്ങളിൽ 3, 4, 5, 6 കേരളത്തിലെ ചില വളരെ പ്രസിദ്ധ പേരുകേട്ട ചില പത്രങ്ങളിൽ 3-4 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു? എത്ര ആളുകളെ പിരിച്ചുവിട്ടു? എൻ്റെ സ്ഥാപനം ഉൾപ്പെടെ എത്ര ശമ്പളം കൊടുക്കുന്നില്ല? എന്തെല്ലാം പ്രശ്നം പത്രങ്ങളിൽ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറിൽ വളരെ വളരെ പ്രശ്നമാണ്. പക്ഷേ അതിനെക്കുറിച്ചും സംസാരിക്കാൻ ഇവിടെ ഈ സർക്കാർ ജീവനക്കാർക്ക് പൈസ കൊടുക്കൂല എന്നല്ല, വൈകി എന്നുള്ള പ്രശ്നം. തീർച്ചയായിട്ടും അവർക്ക് പൈസ കിട്ടും, പക്ഷെ മറ്റേടത്ത് അത് യാതൊരു ഉറപ്പുമില്ല ഈ പ്രൈവറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കാൻ ആളില്ല. സംഘടിതമായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ പത്രങ്ങളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സമൂഹവും. ഇതൊരു വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. അപ്പം ഈ പത്രങ്ങൾ പോലും 3-4 ദിവസമായിട്ട് കേരളത്തിലെ പത്രങ്ങളിലെ പേജ് 1-ൽ ഇത് മാത്രമാണ് സർക്കാർ ഇവർക്ക് ശമ്പളങ്ങൾ. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരന് ഒരാഴ്ച വൈകി ഈ മാസം ശമ്പളം കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അത് സാരമായി ബാധിക്കും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണ്ട രീതിയിൽ ബാങ്ക് സേവിങ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ആരും പട്ടിണിയൊന്നും കിടക്കാൻ പോകുന്നില്ല. അതേസമയം പ്രൈവറ്റ് സെക്ടർ കാര്യങ്ങൾ പട്ടിണി കിടക്കുന്നവരുണ്ട്. 1 മാസം ശമ്പളം പോലും കിട്ടിയില്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്നും സംസാരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുകിട പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കാതെ വൻകിട പത്രങ്ങൾ കൊടുക്കുന്നതിൽ താങ്കൾ നേരത്തെ സിറാജ് ഉദാഹരണം സൂചിപ്പിച്ചു. അപ്പോൾ ഒരു പത്രം പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ 300-400 പേരുടെ ജീവിതം ഇത് നടക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾക്ക് ഈ സർക്കാർ വളരെ പ്രിവിലേജ് തന്നെ വിളിക്കണം. സർക്കാർ ജീവനക്കാർ വളരെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു സെക്ഷന് വേണ്ടി നമ്മളിങ്ങനെ അലമുറയിട്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം കരഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിന് മുമ്പ്
ഒരുപാട് ഇതിനേക്കാൾ അധികം കാഠിന്യം അനുഭവിച്ച് ഇതിനേക്കാൾ അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹങ്ങളും ജീവനക്കാരും നമ്മുടെ ഇവിടെ ഉണ്ട്. അവരെക്കുറിച്ച് നമ്മളെ ഒന്നും ബോധമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ ഇതല്ലേ? ഇതിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് വരുന്ന തൊഴിൽ പ്രതിസന്ധികൾ, തൊഴിൽ പ്രശ്നങ്ങൾ, പൈസ കിട്ടാതാവുന്നത്. ഇപ്പം നമ്മുടെ പത്രങ്ങൾ ആരും വേജ് ബോർഡ് നടപ്പിലാക്കാത്ത ആളുകളാണ്. വല്ല കരാറടിസ്ഥാനത്തിലാണ് ഇന്ന് പല മാധ്യമങ്ങളും ജീവനക്കാരെ എടുക്കുന്നത്. അത് വളരെ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത് നിൽക്കുന്ന ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനത്തിന് എങ്ങനെയാണ് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ഒക്കെ സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും. ഇതിപ്പം മറ്റ് മാധ്യമങ്ങൾ, എൻ്റെ മാധ്യമ ഗ്രൂപ്പ്, ഞാൻ ജോലി ചെയ്യുന്ന ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു വേറെ 2 ഇന്ത്യയിലെ വളരെ എൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും, മറ്റവരുണ്ട് തീർച്ചയായില്ല. ഈ 3 ഗ്രൂപ്പ് കൂടെയാണ് ഈ വേജ് ബോർഡിനെതിരായിട്ട് കോടതി പോകുന്നത്. മജീദ് വേജ്, അങ്ങനെ എത്രയോ വർഷങ്ങൾ അവരതിനെ പോരാടിയെടുക്കും. ആ കേസ് തോറ്റു. പക്ഷെ അപ്പോൾ സംഭവിച്ചത്, ആ കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, പല യൂണിയനുകളും, ജേർണലിസ്റ്റിക് യൂണിയനുകൾ, പല യൂണിയനുകളും ഈ മുതലാളിമാരുടെ വക്താക്കളായിട്ട് മാറുകയും അവർ ഇത് സ്പ്രെഡ് ചെയ്തു പല പത്ര ഓഫീസുകളിലും. അതായത് ഈ വേജ് ബോർഡൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാക്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന വേജ് ബോർഡിനെ കാട്ടി കൂടുതൽ തുകയായിട്ടാണ് ഈ കോൺട്രാക്ട് സിസ്റ്റം കൊണ്ടുവന്നത്. ഈ മാനേജ്മെൻറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് അന്നത്തെ വേജ് ബോർഡ് വെച്ച് നോക്കുമ്പോൾ, അന്നിരുന്ന പഴയ വേജ് ബോർഡ് അത് വെച്ച് നോക്കുമ്പം വളരെ നല്ല ഒരു, എന്നാൽ ഈ മജീദ് ഇപ്പോഴത്തെ പുതിയ വേജ് ബോർഡ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അന്ന് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, അപ്പോൾ ഞങ്ങളെല്ലാം മാനേജ്മെൻറ്റ് സ്കെയിലോട്ട് മാറി. അന്ന് കാര്യം ഇതൊന്നും നടക്കില്ല എന്നുള്ള പക്ഷേ പിന്നീട് കൊടുക്കാൻ വന്നപ്പോൾ ഈ വേജ് ബോർഡ് കോടതി അപ്ഹോൾഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോഴേക്കും നമ്മൾ കോൺട്രാക്ടേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞു. കോൺട്രാക്ടേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞുള്ള പ്രശ്നം, 3 മാസം നോട്ടീസ് കൊടുത്ത് ആരെയും എപ്പോൾ വേണം പിരിച്ചുവിടാം. അതേസമയം വേജ് ബോർഡിൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ, താങ്കൾ ചോദിച്ചാൽ ശരി. അപ്പോൾ ഇതിൽ ഞാനും ഈക്വലി ഗിൽറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനും, ഞാൻ എഡിറ്ററായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ പത്രത്തിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. കാര്യം അവർക്ക് പൈസ കൊടുത്ത് അവരുടെ അടുത്ത് VRS കൊടുക്കുകയും മറ്റു കാര്യങ്ങളും കൊടുക്കുകയും, കാര്യം ഞങ്ങൾ അതിനുള്ള ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് ഞങ്ങളുടെ സംസാരിച്ചത്. അപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനതിൽ ഈക്വലി തെറ്റുകാരൻ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് താങ്കൾ പറഞ്ഞൊരു അവകാശമില്ല. അത് തീർച്ചയായിട്ടും ശരിയാണത്. ED എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭയം മാധ്യമ സ്ഥാപനങ്ങളിൽ, അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. ഇപ്പോൾ ന്യൂസ് ക്ലിക്കിൽ നടന്ന പോലുള്ള റെയ്ഡുകൾ, അത് അവിടെ മാധ്യമ പ്രവർത്തകരുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന രീതിയിലുള്ള റെയ്ഡുകൾ നടന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാരണമാവുണ്ടോ മാധ്യമങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ പറയാതിരിക്കാൻ? നമ്മൾ ഒരിക്കലും ന്യൂസ് ക്ലിക്ക് അവർ ശരിയായ ജേർണലിസം ചെയ്തിട്ടാണ് ED വന്നത്. നമ്മുടെ ഈ ഭയമുണ്ടെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? മോദി പറയുന്ന അതുപോലെ കൊടുക്കുന്നു, മന്ത്രം എന്ന് പറയുന്നു, സമർപ്പണം തലക്കെട്ട് കൊടുക്കുന്നു. അവർ ഒന്നാമത് ED വരേണ്ട ആവശ്യമില്ല അവിടെ. 2, ED വന്നു എന്നിരിക്കട്ടെ, ഇവർക്ക് എന്താ എത്ര ഒളിക്കാനുള്ളത്? ED ഒന്ന് നോക്കിയിട്ട് പോട്ടെ. അതിനകത്ത് കണ്ടുപിടിക്കുക. അതിനകത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന, അതിനകത്ത് ഒരുപാട് മൃതദേഹങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവരുടെ ലോക്കറിനകത്തൊക്കെ. എന്താ അത്ര, എനിക്ക് തോന്നുന്നില്ല ഇവരതിന് അത്ര കള്ളന്മാരാണെന്ന്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഇവരുടെ ഈ വക്കീലന്മാർ, ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് വക്കീലന്മാരെല്ലാം മിക്ക പത്രങ്ങളുടെയും ലീഗൽ അഡ്വൈസേഴ്സാണ്. അപ്പോൾ ഇവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ എല്ലാം സഹായിക്കും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം ന്യൂസ് ക്ലിക്കിൻ്റെ അവരുടെ ജേർണലിസം കൊണ്ടാണ് ചെയ്തത്. അതേസമയം ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അവർ വളരെ നല്ലതായിട്ട് രീതിയിൽ കോവിഡ് 2ാം തരംഗം കോവിഡ് ഉണ്ടായപ്പോഴേക്കും ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ മരിക്കുന്നു, ഗംഗയിൽ കൂടെ അവർ ഭയങ്കരമായ രീതിയിൽ അവർ റിപ്പോർട്ടിങ്. അത് ഞാൻ അറിഞ്ഞത്, അത് അവരുടെ വായനക്കാരുടെ പ്രഷർ കാരണം. അവർ നേരത്തെ ഒരു വലിയൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പാണ് DB ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ദൈനിക് ഭാസ്കർ, മധ്യപ്രദേശിലും മറ്റു സ്ഥലങ്ങളിൽ. പക്ഷേ അവരുടെ വായനക്കാർ തന്നെ ഈ കോവിഡിൽ പലരും മരിക്കുകയും വായനക്കാരുടെ ഇടയിൽ നിന്ന് പ്രഷർ കൊണ്ട് അവർ കമ്പൽഡായിട്ട് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. വളരെ അതിമനോഹരമായ റിപ്പോർട്ടിംഗ് ആയിരുന്നു. വിദേശ പത്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോവിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ആദ്യം കോട്ട് ചെയ്യുന്ന ദൈനിക് ഭാസ്കറാണ്, വേറെ പത്രങ്ങളല്ല. അവരുടെ എക്സലൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്ററായിട്ട് 24 പേരെ കണ്ട ഒരു റിപ്പോർട്ടേഴ്സ് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ഇതായിട്ടുള്ള പ്യുവർ ജേർണലിസം. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ED അല്ല, ഇൻകം ടാക്സ് അവിടെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 700 കോടിയുടെ ഒരു നോട്ടീസ്, ഡിമാൻഡ് നോട്ടീസ് അവർക്ക്, അതായത് ടാക്സ് ഇവേഷൻ നോട്ടീസ് കൊടുത്തു എന്നാണ് അറിയുന്നത്. അതിനുശേഷം പിന്നെ നമ്മളൊന്നും കേട്ടിട്ടില്ല, നമുക്കറിയില്ല.
അപ്പം എൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഇവർ റെയ്ഡ് ചെയ്തു, പക്ഷേ ദൈനിക് ഭാസ്കർ ഇപ്പോഴും അതുപോലെ നിലനിൽപ്പുണ്ട് അവിടെ. 700 കോടിയുടെ ടാക്സ് ഇവേഷൻ, ടാക്സ് അവർ ഇവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ കൊടുക്കണം. അതിനിപ്പോൾ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജേർണലിസം, ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ മറവിൽ, അത് ടാക്സ് ഇവേഡ് ചെയ്തിട്ട് ഞാൻ നല്ല ജേർണലിസം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ടാക്സ് ഫൈൻ അടിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ ഈ ഭയമുണ്ടെന്ന് പറയുന്നവർ ഒന്നുകിൽ അവർക്കെന്തോ ഒളിക്കാനുണ്ട്, അവരെന്തോ തെറ്റ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനവർ ദേ ഡോണ്ട് ഡിസേർവ് എനി മേഴ്സി. അങ്ങനെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു ഫൈൻ അടയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നേരിട്ടാലേ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഈ നമ്മുടെ ഇവിടുത്തെ വലിയ മാധ്യമ ഗ്രൂപ്പുകളെല്ലാം കള്ളന്മാരാണെന്നോ അവരെന്തെങ്കിലും തെറ്റ് കേട്ടിട്ടുണ്ടെന്ന്. ഭയം എന്നുള്ളതില്ല. ഭയം അത് വെറുതെ പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടുത്തുകയാണ്. പിന്നെ BBC റെയ്ഡിനെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് BBC എന്തെങ്കിലും സംഭവിച്ചോ? BBC ഇപ്പോഴും അവിടെ ഇല്ലേ? BBC ഇന്ത്യയും അവിടെയുണ്ട്. അതിൽ ശരിക്കും ഡാമേജ് സംഭവിച്ചില്ലേ മോദിക്ക് തന്നെയാണ്. സാധാരണ BBC ഇന്ത്യയിൽ എത്ര പേർക്ക് അറിയാം BBC എന്നുള്ള കാര്യം തന്നെ. പ്രത്യേക ആ ചാനൽ നമ്മൾ കേട്ടിട്ടുമില്ല പേര്. പക്ഷേ ഈ വിവാദം കൊണ്ട് ഒരിക്കലും കാണാത്ത പലരും അത് കണ്ടു. മാത്രമല്ല, ഇടതുപക്ഷം ആലോചിച്ച ഒരു ബ്രിട്ടീഷ് മീഡിയ ഗ്രൂപ്പിനെ നമ്മുടെ ഇന്ത്യയിലെ ഇടതുപക്ഷ ഓഫീഷ്യലുകൾ സപ്പോർട്ട് ചെയ്തതെന്ന് അങ്ങനെ സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇടതുപക്ഷ യൂത്ത് ഗ്രൂപ്പുകളൊക്കെയാണ് BBC ഡോക്യുമെൻ്ററി കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. ഇതൊരു ഭയങ്കര അതിൻ്റെ രാഷ്ട്രീയ ഒരു കോൺട്രഡിക്ഷൻ ആരും അങ്ങനെ എഴുതി കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കും. അതായത് കോൾഡ് വാർ സമയത്ത് ബ്രിട്ടൻ്റെ, അതായത് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് BBC നമ്മൾ അവരെ നമ്മുടെ ഇടതുപക്ഷവും ഈ ഒരു പ്രശ്നത്തിൽ. അപ്പം നമ്മൾ വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചത് BBC റെയ്ഡ് കൊണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും പക്ഷേ ആ കാര്യം പറയാതെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ സ്വയം പേടിപ്പിക്കുകയാണ്. എന്ത് പറ്റും റെയ്ഡ് തിരിച്ചു പോട്ടെ എന്നാൽ. അതുപോലെ നരേന്ദ്രമോദി നമ്മൾ ഈ ED റെയ്ഡ് കൊണ്ട് ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പത്രസ്ഥാപനം അടച്ചു പൂട്ടിയായിട്ട് നമുക്കറിയാമോ? അതില്ല. അപ്പം പിന്നെ എന്താണ് ഒരു ഭയപ്പെടുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമ ഉടമ ജയിലിൽ പോയിട്ടുണ്ട് നമുക്കറിയാമോ? മാധ്യമ പ്രവർത്തകർ പോയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർ, ഞാനാണ് മാധ്യമ ഉടമ. പക്ഷേ സിദ്ദിഖാപ്പൻ എനിക്ക് തീർച്ചയാണ് അദ്ദേഹം മനോരമ അതുപോലെ ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് പത്രത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു തീർച്ചയായിട്ടും. അത് പിന്നെ മാധ്യമം എന്നുള്ളൊരു പത്രം കൂടിയുണ്ട്. കാരണം മാധ്യമത്തിനെതിരെയും മീഡിയ വണ്ണിനെതിരെയും പക്ഷെ അവരും മീഡിയ വണ്ണ് ഫൈറ്റ് ചെയ്ത് തിരിച്ച് കിട്ടിയല്ലോ. മീഡിയ വണ്ണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മൾ ഒരു പകുതി ഭാഗം മാത്രം നോക്കില്ല, അതിൻ്റെ ഫുൾ പിക്ചർ. ഒരുപാട് മീഡിയ വണ്ണിന് എനിക്ക് തോന്നുന്നു കോടികൾ ലീഗൽ ഫീസായിട്ട് കൊടുക്കേണ്ടി വന്ന കേസ്. ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടം സാധിച്ചു മീഡിയ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ സർവൈവ്ഡ്. അപ്പം മീഡിയ വണ്ണിനെ പോലെ ഒരു ചെറിയ ഒരു ഗ്രൂപ്പിന് 10 വർഷം അതിൽ ഉള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ സർവൈവ് ചെയ്യാമെങ്കിൽ ഈ 100-150 പഴക്കം അവകാശപ്പെടുന്ന പത്രഗ്രൂപ്പ് എന്തിനു പേടിക്കണം? അതാണ് ഞാൻ ചോദിച്ചത്. പുതിയ ചെറിയ ഘടകങ്ങളിൽ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാക്കും. പക്ഷേ ഇവർ ഈ വമ്പം ഭീമന്മാർ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇവരുടെ അപ്പൂപ്പന്മാർ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചിട്ടുണ്ട്, മറ്റേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇവർ അവർക്ക് നരേന്ദ്രമോദി പേടിക്കേണ്ട ആവശ്യമുണ്ട്. സാമ്രാജ്യത്തിനെതിരെ പൊരുതി എന്നൊക്കെയാണ് അവർ പറയുന്നത്. സൂര്യനസ്തമിക്കുന്ന സാമ്രാജ്യത്തിനെതിരെ പൊരുതിയെങ്കിൽ പിന്നെ ഈ ചെറിയൊരു പാർട്ടിയുടെ നേരെ അവർക്ക് ഇത്ര പേടിക്കാണ്ട്. അപ്പോൾ പേടിയല്ല അത് ഉള്ളിലുള്ള നേരത്തെ താങ്കൾ പറഞ്ഞ വർഗീയതയും മറ്റ് ഉപരിവർഗത്തിൻ്റെ ആ ഉള്ളിലുള്ള വിഷം പുറത്തു വരിക എന്നുള്ളത് തന്നെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. സാറിപ്പോൾ 10-30 വർഷമായിട്ട് ജേർണലിസം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 90കളിലാണ് ജേർണലിസത്തിലേക്ക് വരുന്നത്. ഈ ഇപ്പോൾ 3 ഡിക്കേഡായിട്ട് വന്നിട്ടുള്ള ജേർണലിസത്തിലെ മാറ്റങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ സാറിന്? തീർച്ചയായിട്ടും ആശങ്ക മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ല, ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ന്യൂസ് റൂമുകൾ പൂർണ്ണമായിട്ടും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതായത് അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ 90കളിൽ 92 ലിബറലൈസേഷൻ 91 ശേഷം അതുമായിട്ട് കോയിൻസൈഡ്. ഞാൻ ലിബറലൈസേഷനെ ബ്ലെയിം ചെയ്യുമല്ലോ. പലപ്പോഴും പറയും ലിബറലൈസേഷൻ കാരണമാണെന്ന് എനിക്ക് തെളിവില്ല. പക്ഷെ ലിബറലൈസേഷൻ ഉണ്ടായ സമയത്ത് മീഡിയയിൽ ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ടൊരു ബൂമുണ്ട്. പേജസ് കൂടി. കാര്യം പുതിയ കാറുകൾ വരുന്നു, ഭക്ഷണപദാർത്ഥങ്ങൾ വരുന്നു, കൊക്കക്കോള അങ്ങനത്തെ കാര്യങ്ങൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഇവർക്ക് പരസ്യം ചെയ്യാനായിട്ട് വലിയ പരസ്യങ്ങൾ, ഈ ബ്രോഡ് ഷീറ്റ്, ഹാഫ് പേജ് പരസ്യം, ഫുൾ പേജ് പരസ്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഒരു ഹാഫ് പേജ്, ഇപ്പോൾ ഒരു കോൺഫ്ലെക്സിനെ കുറിച്ചുള്ള പരസ്യം, ഭക്ഷണം, ഒരു വളരെ സൗന്ദര്യമുള്ളൊരു ഫാമിലി, സുന്ദരമായ എല്ലാവരും വെളുത്ത് ഇതൊക്കെ വെച്ച് ഭയങ്കര മോഡേൺ ഫാമിലി ഇരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊരു ചിത്രം താഴെ. അതിൻ്റെ മുകളിൽ കർഷകർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ നാട്ടിൽ വരൾച്ച, അത് ഇത് അങ്ങനെയുള്ള ഭയങ്കര ഭീകരമായ വാർത്തകൾ. അതിപ്പോൾ വന്നപ്പോൾ ഈ കമ്പനികൾ നിങ്ങൾ ഞങ്ങളുടെ പരസ്യം താഴെയിട്ട് മുകളിൽ ഇങ്ങനത്തെ വാർത്ത കൊടുക്കുക, ആരും ഇത് ഭക്ഷണം കഴിക്കും, ഇങ്ങനെ പറ്റില്ല എന്ന് പറയും.
അപ്പോൾ പല പത്രങ്ങളുടെ എഡിറ്റേഴ്സും കൂടി തീരുമാനിച്ചു നമ്മൾ പോസിറ്റീവ് ന്യൂസ് കൊടുക്കണം, ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസ് കൊടുക്കാൻ പാടില്ല, പോസിറ്റീവ് ന്യൂസ്. ഇന്ത്യയിൽ അക്കാലത്ത് എന്തോ പോസിറ്റീവ് ന്യൂസ് ഉള്ളത്? പോസിറ്റീവ് ന്യൂസുകൾ ആകെ നമുക്ക് അന്നുള്ളത് ക്രിക്കറ്റും ബോളിവുഡും. ക്രിക്കറ്റ് അന്ന് വേൾഡ് കപ്പ് 82-3 വേൾഡ് കപ്പ് വിജയിച്ച ശേഷം ഉള്ളൊരു അപ്പോഴേക്കും പുതിയ ജനറേഷൻ ക്രിക്കറ്റ് കോച്ചിങ് ക്ലാസ്സിൽ പോവുക, ഒരു പുതിയൊരു ഇതിനകത്ത് വലിയ താല്പര്യമുള്ള ഒരുപാട് സ്ത്രീകൾ ക്രിക്കറ്റ് കാണാൻ തുടങ്ങി. അങ്ങനത്തെ അപ്പോൾ ഫ്രണ്ട് പേജിൽ ഈ രാഷ്ട്രീയമൊന്നും ആൾക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു ഇതൊക്കെ അങ്ങ് സ്വയം തീരുമാനിക്കുക. ഇതിനകത്ത് സർവേ നടത്തിയൊന്നുമല്ല, അങ്ങ് തീരുമാനം. അപ്പോൾ അത് മാത്രമല്ല, ഇവരെല്ലാം ഫങ്ഷൻ ചെയ്യുന്ന ഒരു എക്കോ ചേമ്പർ പോലെ. അവർക്ക് ഇഷ്ടമുള്ള ഒരു ക്ലബിൽ മാത്രം എപ്പോഴും പോവുക, അവർക്ക് ഇഷ്ടമുള്ള ഉന്നത രീതിയിലുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടെ കാണുന്ന ആളിന് ഇവരെ പോലുള്ള ആളുകളാണ്. അപ്പോൾ ഇവരും പറയാം, ഞങ്ങൾ രാഷ്ട്രീയ വാർത്തയൊന്നും വായിക്കാറില്ല, ക്രിക്കറ്റ് ഫ്രണ്ട് പേജ് വന്നു. അപ്പോൾ ഇതിന് സ്കില്ലുള്ളവരെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയത് ആ സമയത്ത്. അതായത് വളരെ മനോഹരമായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ, പുതിയ രീതിയിൽ സംസാരിക്കാൻ ഭാഷ മോഡേൺ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നവർ, പിന്നെ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ, ക്രിക്കറ്റിനെ കുറിച്ചും മൂവീസിനെ കുറിച്ചും താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനെക്കുറിച്ച് ഒട്ടും അവബോധമില്ലാത്ത ഒരാൾക്കും ഒരു വളരെ നല്ല ജേർണലിസ്റ്റ് ആകാൻ പറ്റിയ, വളരെ സക്സസ്ഫുൾ ജേർണലിസ്റ്റ് ആകാൻ പറ്റിയ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ 90s ജോയിൻ ചെയ്തവരാണ് ഇന്ന് ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഏത് പത്രത്തിൻ്റെ എഡിറ്റർ നോക്കിയാലും അന്ന് 90s ജോയിൻ ഇന്ന് ഇരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു ഫാമേഴ്സ് പ്രക്ഷോഭത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു കർഷകൻ വെടിയേറ്റ് മരിച്ചു എന്നോ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് പ്രശ്നമില്ല. അവർക്ക് അന്ന് അതേസമയം കോഹ്ലി 26 ബോളിൽ 100 അടിച്ചു, അതേസമയം അതിന് മുമ്പ് 27 ബോളിലാണ് വരുത്തുന്നത്. ഭയങ്കര കാര്യമായിട്ട്. അപ്പോൾ അതൊരു പ്രശ്നമില്ല. ഇത് ജേർണലിസ്റ്റിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഈ ഹൈപ്പ് എന്ന് പറയും, അതൊരു ക്വാളിറ്റേറ്റീവ് സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാഷയിൽ വന്ന ഹൈപ്പ് ആവശ്യമില്ലാതെ, അത് സ്പോർട്സ് ജേർണലിസ്റ്റിനൊക്കെയാണ് ഞാൻ പൂർണ്ണമായിട്ട് സ്പോർട്സും എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റിനെ കുറ്റം പറയും. കാര്യം സ്പോർട്സും എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പോർട്സ് ജേർണലിസ്റ്റ് ആരും ഒരു സ്പോർട്സ് താരത്തെ ഒന്നും വിമർശിക്കാറില്ല. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റുകൾ ഒരു സൂപ്പർ താരത്തിനെയും വിമർശിക്കാറില്ല. കാര്യം ആക്സസ് പോകുന്നുള്ളൊരു പേടി കാരണം. അപ്പോൾ പിന്നെ ഹൈപ്പ്, ആവശ്യമില്ലാത്ത അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് സാധാരണ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ ക്രിക്കറ്റുകാർ ചെയ്യുമ്പോൾ എന്തോ ഭയങ്കര സംഭവമായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മൾ ദൈവം, ഗോഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. എന്ത് ഭോഷ്കാണ് നല്ല അദ്ദേഹം ഫാമേഴ്സ് സ്ട്രൈക്കൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യുകയും, അപ്പം ഒരു സാധാരണ കഴിഞ്ഞ ഇന്ത്യക്കാർ ഏറ്റവും സൗഭാഗ്യം കൊടുത്തൊരു മനുഷ്യൻ ഫാർമേഴ്സിൻ്റെ അടുത്ത് ഏറ്റവും ഹൃദയശൂന്യമായ രീതിയിലാണ് പെരുമാറിയത് ആ ട്വീറ്റ് ഫോർവേഡ് എന്ന വഴി. അപ്പോൾ ഒരു നമ്മൾ ദൈവം എന്ന് വിളിച്ച ആൾ ഒരു എന്താ പറയേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് മനുഷ്യനായി മാറുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹൈപ്പ് ഇപ്പോഴും നമ്മുടെ അത് പൊളിറ്റിക്കൽ ജേർണലിസ്റ്റിലും കാര്യം ഈ സെയിം ആളുകൾ തന്നെയാണ് പലപ്പോഴും സീനിയർ എഡിറ്റേഴ്സായിട്ട് വന്നിട്ട് അവരാണ് കോപ്പി ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ കോപ്പിയെക്കുറിച്ച് ചെറുപ്പക്കാർ റിപ്പോർട്ടർ സംസാരിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത ഹൈപ്പ് നമ്മൾ പല രാഷ്ട്രീയ വാർത്തകളും വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 5-6 വരികൾ വെട്ടിക്കളഞ്ഞാലും ഒന്നും പറ്റുന്നില്ല. കാര്യം ഈ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചൊക്കെ ചില പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വന്ന് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല എന്താ അവർ ഉദ്ദേശിക്കുന്ന കാര്യം, എന്ത് ഭാഷയാണിത്, മലയാളമാണോ ഏത് ഭാഷയാണോ ഒന്നും മനസ്സിലാവില്ല. കുറേ ആലങ്കാരികമായിട്ട് വാക്കുകൾ കോർത്തിണക്കി ഭാഷയ്ക്ക് വലിയൊരു പ്രശ്നം പറ്റുന്നുണ്ട്. പറയേണ്ട കാര്യം പറയേണ്ട രീതി പറയുക എന്നുള്ളത് നമ്മുടെ പലപ്പോഴും റിപ്പോർട്ടേഴ്സ് ഇൻഫ്ലുവൻസ് ആവുന്ന ഇതുകൊണ്ടാണ്. TV ജേർണലിസം വഴി വിയിലുള്ള ജേർണലിസവും മറ്റു കാര്യങ്ങളും എല്ലാത്തിനും ഹൈപ്പാണ്. അപ്പോൾ ജേർണലിസം ഒരു പ്രിസിഷൻ ക്രാഫ്റ്റാണ്. അതായത് നമ്മളൊരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുമ്പം ഏറ്റവും പ്രിസിഷനും ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ആ സ്കില്ല് പലപ്പോഴും നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു. അതുപോലെ ഒരു 50 വാക്കുകളിൽ പറയുന്ന കാര്യം 100-150 വാക്കുകളെടുത്ത് പറയുക, വെർബിയേജ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കേഴ്സാണ്. അത് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ 50 വാക്ക് ആരും പറഞ്ഞു അവർ ചോദിക്കുക എവിടെ എഴുതി വെച്ച്, ബൈബിളുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് 50 വാക്കേ വേണ്ട. അല്ല, ചെറിയ സെൻറ്റൻസ് എഴുതുക എന്നുള്ളത് ആളുകളപ്പം കൂടുതൽ സമയം ആ ന്യൂസിൽ ചിലവാക്കുന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചാണ്. അത് മാത്രമല്ല ചെറിയ സെൻറ്റൻസസ് ആണെങ്കിൽ അതിൽ ഹിറ്റ് വിൽ ഹുക്ക് യു പ്രോബ്ലം, വളരെ വെർബേജ്. അത് ഇറ്റ് ടേക്സ് സ്കിൽ, ഇറ്റ് ടേക്സ് എ ക്രാഫ്റ്റ്. ആ ക്രാഫ്റ്റ് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ത് കാര്യത്തിലും ഹെഡ്ലൈൻ്റെ ഷേപ്പ്, ലേ ഔട്ട്, ഇതിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തത് 90s
ജോയിൻ ചെയ്ത സമയത്തും ഇന്നത്തെ ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റേറ്റീവായിട്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഫോട്ടോ ക്രോപ്പിങ്ങിന് എനിക്കറിയില്ല എത്ര സബ് എഡിറ്റേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം, ഒരു ഫോട്ടോ എങ്ങനെയാണ് വെട്ടേണ്ടത്. കാര്യം ഇതെല്ലാം പണ്ട് ഫോട്ടോ എഡിറ്റേഴ്സ്, ഇപ്പോൾ എത്ര പത്രങ്ങൾക്ക് ഫോട്ടോ എഡിറ്റേഴ്സ് ഉണ്ടെന്നുള്ളൂ അറിയില്ല. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പക്ഷേ ഫോട്ടോ എഡിറ്റർ എന്നുള്ള പോസ്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാപ്ഷൻ റൈറ്റിംഗ് ഒക്കെ ഒരു പ്രത്യേക ഒരു സ്കില്ലാണ്. അതൊക്കെ എത്രയോ മാസങ്ങളെടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. അതൊന്നും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആരെക്കുറിച്ചാണ് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നതെന്ന് ഒന്നുകിൽ ക്യാപ്ഷൻ്റെ ആവശ്യമില്ല, കാരണം കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്കെന്ന്. പക്ഷേ എന്നാലും ആവശ്യമില്ലാത്ത എഴുതുക. രണ്ടാമത് ഒരു കാര്യം എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ഫോട്ടോ കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ ക്യാപ്ഷൻ്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോയ്ക്കകത്തുള്ള ഒളിഞ്ഞിരിക്കുന്ന കഥ വിഷ്വൽ അല്ലാത്ത കാര്യം പറയുക എന്നുള്ളത് അതുപോലും നമ്മൾ പലപ്പോഴും പറയുന്നില്ല, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന അതിനെന്തില്ല, ഞങ്ങൾക്ക് സർക്കുലേഷൻ കൂടുന്നുണ്ട്, ലാഭം കൂടുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല എന്നുള്ള ഒരു മറുപടിയും നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഇത് ജേർണലിസം സ്കൂളുകളിലൊക്കെ കഴിയുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ന്യൂസ് റൂമിലോട്ട് വരുമ്പോൾ പലപ്പോഴും ആ പഠനം നിൽക്കുകയാണ് അവിടെ. പിന്നെ നമ്മുടെ ആവറേജ് വൊക്കാബുലറി തന്നെ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റിൻ്റെ വൊക്കാബുലറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1990s ഞാനൊക്കെ ജോയിൻ ചെയ്യുമ്പോഴുള്ള ചില ന്യൂസ് എഡിറ്റേഴ്സിൻ്റെയും ചീഫ് സബുകളുടെയും വൊക്കാബുലറി ഞങ്ങൾ ഭീകരം ഡിക്ഷണറി പോലെയാണ് പറയുക. അത് ആ ലെവൽ വെച്ച് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പക്ഷേ ദർ ഇസ് എ പ്രോബ്ലം നോ. പക്ഷേ അന്നത്തേക്കാൾ വളരെ മനോഹരമായി സംസാരശേഷി നമ്മുടെ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ ജേർണലിസമൊക്കെ. പക്ഷേ മലയാള ടെലിവിഷനിൽ അതുപോലും വന്നിരിക്കുക. നമ്മൾ ഒരു ടെലിവിഷൻ വാർത്ത ഒരു റിപ്പോർട്ടിങ്, ഞാൻ പറയുന്നത് എഡിറ്റേഴ്സിന് റിപ്പോർട്ടിങ് ഉച്ചയ്ക്കൊക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാകുമ്പോൾ അവരെത്രമാത്രം സെൻറ്റൻസാണ് റിപ്പീറ്റ് ചെയ്യണം നമ്മൾ നോക്കുക. കാര്യം അവർക്കൊന്നും പറയാനില്ല, ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഇത്, വളരെ സിഗ്നിഫിക്കൻ്റ് ഉള്ള ഇതാണ്, വളരെ പ്രധാനപ്പെട്ട വീണ്ടും പറയും, ഒരു 10 പ്രാവശ്യം പറയും, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പത്മജ വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്, BJP ഒരു തന്ത്രം ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ പറയുന്നതെന്ന് അവർക്കും മനസ്സിലായില്ല. അവർക്ക് ആ സമയം ഫില്ല് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റേറ്റീവായിട്ടും ജേർണലിസ്റ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്ന് തീർച്ചയായും. ഇത് ഡിസിപ്ലിനിൻ്റെ ഒരു കുറവുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും നമ്മള് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നന്ദി. താങ്ക് യു.